ജെയിൻ എസ് രാജു കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജെയിൻ, ഗുഡ് മോർണിംഗ്. സാധാരണ മലയോര മേഖലകളിൽ ജാഗ്രത കൂടുതൽ വേണമെന്ന് നമ്മൾ പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇടുക്കിയിൽ മഴ എത്രത്തോളം ബാധിച്ചിട്ടുണ്ട്, വിവരങ്ങൾ എന്തൊക്കെ ജെയിൻ? മോത്തി, തീർച്ചയായിട്ടും ഇന്നലെ മുതൽ നല്ല മഴയാണ്. അതിശക്തമായ മഴ എന്ന് പറയാൻ കഴിയില്ല, പക്ഷേ ഇടതടവില്ലാതെ തന്നെ ശക്തമായ നല്ല മഴ ലഭിക്കുന്നു എന്നുള്ളതാണ്. ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം, ഇതുവരെ അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. വേനൽക്കാലത്ത് വേനൽ മഴ ലഭിക്കാത്തത് കൊണ്ട് തന്നെ ഡാമിൽ ജലനിരപ്പ് കുറവാണ്. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിലൊന്നും ഡാമിലെ ഷട്ടറുകൾ ഉയർത്തി വെള്ളം പുറത്തേക്ക് ഒഴുക്കേണ്ടി വരില്ല എന്നുള്ളതാണ് കരുതുന്നത്. മലങ്കര ഡാമിൻ്റെ ഷട്ടറുകൾ മാത്രമാണ് ഉയർത്തി വച്ചിരിക്കുന്നത്. അത് ഈ അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി, ഷട്ടറിൻ്റെ അറ്റകുറ്റപ്പണികളുടെ ഭാഗമായിട്ടാണ് മലങ്കര ഡാമിൻ്റെ ഷട്ടറുകൾ ഉയർത്തിയിരിക്കുന്നത്. നമുക്ക് പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ എന്ന് പറയുന്നത് മൂന്നാറിൽ മഴ ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇടുക്കി ചെറുതോണി മേഖലകളിൽ മഴ ലഭിക്കുന്നുണ്ട്. കട്ടപ്പനയിൽ ഇടവിട്ടാണ് മഴ ലഭിക്കുന്നത്, ശക്തമായ മഴയല്ല. നെടുങ്കണ്ടത്ത് മഴയില്ല എന്നുള്ളതാണ് വിവരം. കുമളിയിലും കാര്യമായ രീതിയിൽ മഴ ലഭിക്കുന്നില്ല. പക്ഷേ ലോ റേഞ്ചിലാണ് ശക്തമായ മഴ ലഭിക്കുന്നത്. തൊടുപുഴയിലൊക്കെ ഇന്നലെ വൈകിട്ട് മുതൽ തന്നെ നല്ല മഴ ലഭിക്കുന്നുണ്ട്. അതായത് ഇടതടവില്ലാതെ തന്നെ മഴ ലഭിക്കുന്നു എന്ന് തന്നെ പറയാം. ഇപ്പോൾ നമ്മൾ തൊടുപുഴ ആറാണ് കാണുന്നത്. തൊടുപുഴ ആറിലെ ജലനിരപ്പ് കാര്യമായി ഉയർന്നിട്ടില്ല. പക്ഷേ മലങ്കര ഡാമിലേക്ക് കൂടുതൽ വെള്ളം എത്തിയാൽ തീർച്ചയായിട്ടും പുഴയിലെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട്. പക്ഷേ അത് അപകടകരമായിട്ടുള്ളൊരു വാർണിംഗ് ലെവലിലേക്കൊന്നും ഇതുവരെ ഉയർന്നിട്ടില്ല. എന്തായാലും മഴ തുടരുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ച് മലയോര മേഖലയിൽ ജാഗ്രത പാലിക്കേണ്ട ഒരു സമയമാണ്. പ്രത്യേകിച്ച് ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്ന മേഖലയിൽ മരമൊടിഞ്ഞു വീഴും, അതോടൊപ്പം തന്നെ മണ്ണിടിഞ്ഞും അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം അവിടെ റോഡ് നിർമ്മാണത്തിൻ്റെ ഭാഗമായി വനമേഖലയിലൊക്കെ ഒരു ഭാഗം അരിഞ്ഞ് അല്ലെങ്കിൽ മണ്ണെടുത്ത് മാറ്റിയ അവസ്ഥയിലാണ്. പൂർണ്ണമായും മരങ്ങൾ, അപകടാവസ്ഥയിലുള്ള മരങ്ങൾ വെട്ടിമാറ്റിയിട്ടില്ല. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു റോഡാണ് ദേശീയപാത 183. അവിടെ നമുക്കറിയാം 35-ാം മൈൽ മുതൽ പീരുമേട് വരെയുള്ള ഭാഗത്താണ് ഏറ്റവും കൂടുതൽ അപകട സാധ്യതയുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ പാറക്കല്ല് റോഡിലേക്ക് പതിക്കുന്ന സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നു. ഇനിയും അത്തരം അപകട സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു KSRTC ബസ്സിൻ്റെ സൈഡിലാണ് ഒരു വലിയ പാറക്കല്ല് വന്ന് വീണത്. അതിനുശേഷവും വലിയ പാറക്കല്ല് റോട്ടിൽ പതിച്ചിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് വാഹനങ്ങളൊന്നും കടന്നു പോയിരുന്നില്ല. അപ്പോൾ അത്തരം അപകട സാധ്യത ഈ മഴയെ തുടർന്ന് മലയോര മേഖലയിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മണ്ണിടിച്ചിൽ സാധ്യത മുൻവർഷങ്ങളെക്കാൾ കൂടുതലാണ് എന്നുള്ളതാണ് വിലയിരുത്തുന്നത്. എന്തായാലും ജാഗ്രത പാലിക്കേണ്ട ഒരു സമയമാണ്. ഇതുവരെ ഏതെങ്കിലും രീതിയിലുള്ള നിയന്ത്രണം ഉള്ളതായി ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടില്ല. വിനോദസഞ്ചാരികൾക്കോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും യാത്രകൾക്കോ ഇതുവരെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ല. അത്യാവശ്യമെങ്കിൽ മാത്രം ആ മേഖലകളിലേക്കൊക്കെ വിനോദസഞ്ചാരത്തിനായി പോകുന്നത് പരമാവധി ഒഴിവാക്കാം എന്ന് തോന്നുന്നു.